രാത്രി ലൈവില് അർജുനും ശ്രീതുവും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഗെയിമിനെ കുറിച്ചാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അർജുൻ ശ്രീതുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുൻപ് ഇങ്ങനെയുള്ള എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവിടെ ശ്രീതു പറയുന്നുണ്ട്, റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ പ്രൈസ് കിട്ടിയിട്ടില്ല, എനിക്ക് റണ്ണറപ്പാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രീതു ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതൊക്കെ ലൈഫിൽ ഇങ്ങനെ കഴിഞ്ഞു പോവും, അത്രയ്ക്കേ ഉള്ളൂ, അതും ഇതുമൊക്കെ ഒരുപോലെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് അർജുൻ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീതു പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും പോവാൻ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീയാണെങ്കിലും അർജുനാണെന്നുണ്ടെങ്കിലും പോവാനായിട്ട് സമയമായിട്ടില്ല, നമുക്കിനി കുറച്ചും കൂടി സമയം ഇവിടെ നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രീതോട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച ശ്രീതു പുറത്താകുമോ അർജുൻ പുറത്താകുമോ എന്നുള്ളതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച എന്തായാലും രണ്ടുപേരോളം പുറത്തേക്ക് പോകും, അത് ആരൊക്കെ ആകും എന്നുള്ളൊരു ചിന്തയുണ്ട്, അതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഇതിന്റെ വിന്നർ ആവുന്ന ആൾക്ക് ക്വാളിറ്റി വേണം എന്നൊരു ആഗ്രഹം മാത്രം എനിക്കുണ്ട് എന്ന് ശ്രീതു പറയുന്നുണ്ട്. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരാൾ ഇത് വിൻ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തി ആയിരിക്കണമെന്ന്. അപ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട്, ഫേക്ക് ആയിട്ടുള്ള വ്യക്തി ഇത് വിൻ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 100 ദിവസം ഫേക്ക് ആയിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളത് അയാൾ ഒരു നല്ല ഗെയിമർ ആയതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ആ വ്യക്തിയെ അംഗീകരിച്ചല്ലേ പറ്റൂ എന്നവിടെ അർജുൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആ വിന്നർക്ക് അത് കിട്ടി, അയാൾ നന്നായി ഗെയിം കളിച്ചു, അതുകൊണ്ട് അയാൾക്ക് കിട്ടി എന്ന് വിചാരിച്ചു നമുക്കത് മനസ്സമാധാനത്തോടു കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയില്ല, വേറെ ആൾക്ക് കിട്ടി എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു ശരിയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വീട്ടിൽ ഫേക്കായിട്ട് ബോയും ഉണ്ട് ഗേളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാരും തന്നെ ഇവിടെ ഇതിന്റെ കപ്പ് എടുക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ശ്രീതു അവിടെ ഇരുന്ന് പറയുന്നത്. അർജുൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ശ്രീതു പറയുന്നത് കേട്ടിട്ട്. അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന്. അപ്പൊ ഒന്നുമില്ല, നിന്റെ പറച്ചിൽ കേട്ടിട്ടാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല സത്യാണ് പറഞ്ഞത്, ഇവിടെ ഒരു ആണും ഉണ്ട് ബോയും ഉണ്ട്, ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, അവരാരും വിജയിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു ക്വാളിറ്റിയുള്ള മത്സരാർത്ഥി വേണം ഇതിന്റെ വിന്നർ ആവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്രീതോട് പറയുന്നത്.